വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് ബാകൂടാതുത്തേരം ചെയ്യും ഞാനെന്നോവർ. ഇങ്ങനെയാണ് മാലയിൽ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയാണ് മാലയിൽ പറഞ്ഞത്. എന്നാൽ കുത്തുബിയത്തിൽ സദഖത്തുള്ള ഉസ്താദ് പറഞ്ഞത് അങ്ങനെയല്ല. എന്റെ പേരൊരാള് പറഞ്ഞാൽ നാണ്, എന്നെ വിളിച്ചാൽ എന്നല്ല. അപ്പൊ പേര് പറഞ്ഞാൽ മതി. അപ്പോൾ പേരുച്ചരിച്ചാൽ തന്നെ ജീലാനി തങ്ങളെ എല്ലാ പ്രയാസങ്ങളും മാറ്റും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ മാത്രമാണ് നാം വിളിക്കേണ്ടതെന്നും നമ്മുടെ പ്രാർത്ഥന മുഴുവൻ റബ്ബിനു മാത്രമാണ് സമർപ്പിക്കേണ്ടതെന്നും പ്രയാസഘട്ടത്തിലാകട്ടെ, പ്രശ്നങ്ങൾ ദൂരീകരിക്കാനാകട്ടെ, അഭൗതികമായ മാർഗത്തിൽ നമ്മെ സഹായിക്കാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നതാണ് ഇസ്ലാം നമുക്ക് കാതലായി പഠിപ്പിച്ചു തരുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം. അത് പ്രാർത്ഥന എന്നത് ഒരു ഇബാദത്താണ് എന്നും ആ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാണ് സമർപ്പിക്കേണ്ടതും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തന്നത്. എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ ഉത്തരം ചെയ്യാം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ വിഷയം പറയുമ്പോഴാണ് മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് മാറി നിന്നത്. പക്ഷേ മക്കയിലെ മുശ്രിക്കുകൾ പോലും ഒരു ഘട്ടം വരുമ്പോൾ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻകബൂത്തിൽ ആ വിഷയം വിശദീകരിക്കുന്നു. മറ്റു ചില സൂറത്തുകളിലും ആ വിഷയം വിശദീകരിക്കുന്നുണ്ട്. അതായത് അവർ പ്രയാസത്തിലായി, അവരെ ഇനി ഒരാളും രക്ഷപ്പെടുത്താനില്ല എന്ന് കാണുന്ന സമയം അവർ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിന് മാത്രമായിക്കൊണ്ട് ദീന് മാത്രമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുമെന്നാണ്. അപ്പോൾ അവരുടെ വിശ്വാസം അള്ളാഹുവിൽ മാത്രമാക്കിക്കൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നത് പ്രയാസ പ്രതിസന്ധി ഘട്ടത്തിലാണ്. അപ്പോൾ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ ഒരു ചരിത്രം രേഖപ്പെടുത്തുന്നു. ഇക്രിമ എന്ന് പറയുന്ന അബൂജഹലിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറയുന്നത്. അവർ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ അവരെ ഇനി ഒരാളും രക്ഷിക്കാനില്ല, വലിയ പ്രതിസന്ധിയിലാണ് എന്ന് കണ്ട സമയത്ത് കൂട്ടത്തിലുള്ള ആൾ വിളിച്ചു പറഞ്ഞു, നിങ്ങളിനി അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇക്രിമ പറയുകയാണ്, ഈ പ്രതിസന്ധിയിൽ എന്നെ സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ എങ്കിൽ എൻ്റെ അല്ലാത്ത സമയത്തും എന്നെ സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് അവിടെ ഇക്രിമ മനസ്സിലാക്കിയിട്ട് ചിന്തിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. പിന്നീട് പ്രവാചകനെ കാണുകയും ഇസ്ലാം ആശ്ലേഷിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ധാരാളമായി ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. ഞാനിതിവിടെ പറഞ്ഞത്, ഇവിടെ ഒരു ഉസ്താദിൻ്റെ സംസാരം നമുക്ക് കേൾക്കാൻ കഴിയും. അദ്ദേഹം പറയുന്നത് എത്ര പ്രതിസന്ധിയാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും ഒന്ന് ജീലാനി തങ്ങളെ വിളിച്ചാൽ മതി, അവൻ്റെ പ്രശ്നങ്ങൾ തീരും എന്നാണ്. എന്നാൽ മക്കയിലെ മുശ്രിക്കുകൾ പോലും പ്രയാസ പ്രതിസന്ധികളിൽ അള്ളാഹുവിൽ മാത്രം അഭയം പ്രാപിച്ചു. ഇവിടെ എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാനാണ്, അല്ലെങ്കിൽ തേടാനാണ് ഇവർ സമൂഹത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചെറിയ ഭാഗം നമുക്കൊന്ന് കേട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ജീലാനി തങ്ങളെ പേര് അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടത്തേക്ക് 99 പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് 99 നാമങ്ങളുണ്ട്. അത് ഇഹ്സാ ചെയ്താൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്നൊക്കെ പറഞ്ഞ ഹദീസുണ്ട്. എന്ന് വെച്ചാൽ അള്ളാഹുവിന് 99 നാമങ്ങൾ മാത്രമാണ് എന്നതല്ല അതിൻ്റെ അർത്ഥം. എന്നാൽ ഇവിടെ ജീലാനി തങ്ങൾക്ക് 99 നാമങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കുകയാണ്. ഇനി അദ്ദേഹം എന്താ പറയുന്നത്, അത് ബാക്കി കേൾക്കാം. ഫലം വല്ലാതെ നൽകും. അതാ ഞാൻ പറഞ്ഞത്, ഒരു വിഷമിച്ച ഘട്ടത്തിൽ ജീലാനി തങ്ങൾ അങ്ങ് നേരത്തെ യാ മുഹയ്യദ്ദീൻ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നതാ, പറഞ്ഞാൽ ഭയങ്കര ഫലമായിരിക്കും. കേട്ടില്ലേ? അപ്പോൾ വിഷമിച്ച ഘട്ടത്തിൽ യാ മുഹയ്യദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രയാസം മാറിയെന്നാണ്. ഇത് സമൂഹത്തെ പഠിപ്പിക്കുകയാണ്, ഇത് സമൂഹത്തിൻ്റെ മുമ്പിൽ വിളമ്പുകയാണ്. എന്നിട്ട് വിശ്വാസികളുടെ വിശ്വാസത്തെ അപഹരിച്ച് അതിനെ മലീമസമാക്കിക്കൊണ്ട് ഈ വിശ്വാസികളായ ആളുകളെ അന്ധവിശ്വാസത്തിലേക്കും അനാചാരങ്ങളിലേക്കും കൊണ്ടെത്തിക്കുകയാണ് ഇത്തരം മുസ്ലിയാക്കന്മാർ. ഇനി എന്താണ് അദ്ദേഹം പറയുന്നത്, അതുകൂടി കേൾക്കാം. വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക്
ബാകൂടാതുത്തേരം ചെയ്യും ഞാനെന്നോവർ. ഇങ്ങനെയാണ് മാലയിൽ പറഞ്ഞത്. കേട്ടില്ലേ? മാലയിൽ മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു. എന്താ പറഞ്ഞത്? വല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതുത്തീരം ചൊല്ലുന്നാമെന്നോവർ. എവിടെ നിന്ന് വിളിച്ചാലും, ഏത് ഭാഷയിൽ നിന്ന് വിളിച്ചാലും, ആര് വിളിച്ചാലും, എന്തു പ്രശ്നം പറഞ്ഞാലും അവൻ്റെ വായടയ്ക്കുന്നതിന് മുമ്പ് അവന് ഉത്തരം നൽകും. അത്രയും വലിയ പവറുള്ള ആളാണ് മുഹീദ്ദീൻ ഷെയ്ഖ് എന്നാണ്. സബബുകൾ മുറിഞ്ഞ് മരണപ്പെട്ട് ബാഗ്ദാദിൽ മരണപ്പെട്ട് കിടക്കുന്ന, കബറടക്കപ്പെട്ട ആ ഒരു വ്യക്തി ഇന്ന് ആര് വിളിച്ചാലും ഉത്തരമേകും എന്ന കഴിവുള്ള ആളാണ് എന്നാണ് മാലയിൽ പറഞ്ഞു വച്ചിരുന്നത്. എന്നാൽ ഇദ്ദേഹം അവിടെയും പൊളിക്കാണ്. അതൊന്നുമല്ല, അതിനേക്കാളും വലിയ കഴിവുണ്ട് എന്നാണ് ഇനി അടുത്ത് പറയാൻ പോണത്. സദഖത്തുല്ലാഹിൽ ഖാഹിരി അവിടുത്തെ കുത്തുബിയത്തിൽ പറഞ്ഞത് എന്ത് എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ. എന്നാൽ കുത്തുബിയത്തിൽ സദഖത്തുള്ള ഉസ്താദ് പറഞ്ഞത് അങ്ങനെയല്ല. സദഖത്തുല്ലാഹിൽ ഖാഹിരി പറഞ്ഞത് അങ്ങനെയല്ല. വമയൂനാദീസിമി, എന്റെ പേരൊരാൾ പറഞ്ഞാൽ എന്നാണ്, എന്നെ വിളിച്ചാൽ എന്നല്ല. അപ്പൊ പേര് പറഞ്ഞാൽ മതി. കേട്ടില്ലേ? വിളിക്കണ്ട, പേര് പറഞ്ഞാൽ തന്നെ മതി, പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എന്നാണ്. ഇപ്പോൾ വിളിക്കണ്ട, വിളിക്കുന്നതിന് മുമ്പ് ഒന്ന് പേര് പറഞ്ഞാൽ തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നാണ്. വിശുദ്ധ ഖുർആൻ, ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആശയങ്ങൾ എന്താണ്? ഇസ്ലാമിൻ്റെ അടിത്തറ എന്താണ്? ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു ഷെയ്ഖിനെ, ഒരു മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന, ഇനി അള്ളാഹുവിൻ്റെ വലി എന്നറിയപ്പെട്ട അദ്ദേഹം, ഇനി അദ്ദേഹത്തെ വിളിച്ചു പ്രാർത്ഥിക്കാനാണോ ഈ പഠിപ്പിക്കുന്നത്? വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകൾ. അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹ് വയക്ഷിഫുസ്സൂ വയജഅൽ ലക്കും ഖുലഫാ അൽ അർദ് അഇലാഹും മഅല്ലാഹ് ഖലീലം മാ തദക്കറൂൻ. അല്ലാഹ് പറഞ്ഞില്ലേ, ഈ പ്രയാസ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളോട് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം ചെയ്യാൻ ആരാ ഉള്ളത്? ഒരു മുഹീദ്ദീൻ ഷെയ്ഖിനും കഴിയില്ല. ഇലാഹും അല്ലാഹ്, അങ്ങനെ നിങ്ങൾ കഴിയുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അള്ളാഹ് ചോദിക്കുകയാണ്, ഇലാഹും അല്ലാഹ്, അള്ളാഹുവിനൊപ്പം മറ്റൊരു ഇലാഹുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണോ? നിങ്ങൾ ഇലാഹാണെന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിലും മുഹീദ്ദീൻ ഷെയ്ഖ് ഇലാഹാണ് എന്ന വിശ്വാസമില്ലാതെ തേടിയാലും അള്ളാഹ് ചോദിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ തേടുകയാണെങ്കിൽ അള്ളാഹ്ക്ക് നിങ്ങൾ പങ്കുകാരുണ്ടാക്കുകയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ വീണ്ടും പറഞ്ഞു, ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അള്ളാഹുവിൽ പങ്കുകാർ, നിദ്ദുകളെ, സമന്മാരെ ഉണ്ടാക്കരുത് എന്നാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹുവിനൊപ്പം മറ്റൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് വിശുദ്ധ ഖുർആനിൽ വീണ്ടും പറയുന്നുണ്ട്. ഇനി എന്താണ് അദ്ദേഹം പറയുന്നത്? അതുകൂടി നമുക്ക് കേൾക്കാം. പേര് പറഞ്ഞാൽ മതി. ജിലാനി തങ്ങളുടെ അങ്ങോട്ട് വല്ലാതെ മനസ്സ് കൊടുത്തിട്ട് പറഞ്ഞോളന്നില്ല. പേരിങ്ങനെ പറഞ്ഞാൽ തന്നെ നമ്മളറിയാതെ നമ്മുടെ മൊബൈലിൽ നമ്പർ നെങ്ങിപ്പോയാൽ കോള് പോകുന്നതാണ്. അങ്ങനെ റേഞ്ചുള്ള ആളാണ് ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ. അവിടുത്തെ പേര് പറഞ്ഞാൽ തന്നെ വല്ലാത്ത ഫലമാണ്. അപ്പോൾ ഇദ്ദേഹം ചെയ്ത പ്രവൃത്തി, മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേര് പറഞ്ഞാൽ തന്നെ ഉത്തരം കിട്ടും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്നാൽ അള്ളാഹുവിനേക്കാളും വലിയ മഹത്വവൽക്കരിച്ചാണ് മുഹീദ്ദീൻ ഷെയ്ഖിനെ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്തെന്നറിയോ? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഹുസ്നയാണ് എന്ന് പറഞ്ഞു, വിശിഷ്ടമായതാണെന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു അങ്ങനെ വിളിച്ചാൽ തന്നെ കിട്ടുമെന്നല്ല പറഞ്ഞത്. ഫദ്ഊഹു ബിഹ, അത് മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നാണ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിനേക്കാളും മേലെയാക്കി മുഹീദ്ദീൻ ഷെയ്ഖിനെ, അള്ളാഹുവിനേക്കാളും മഹത്വവൽക്കരിക്കുകയാണ് മുഹീദ്ദീൻ ഷെയ്ഖിനെ ഇവിടെ. അള്ളാഹുവിനേക്കാൾ പവറുള്ള വ്യക്തിയാണ് എന്നാണ് മുഹീദ്ദീൻ ഷെയ്ഖിനെ ഇവിടെ അദ്ദേഹം പറയാതെ പറയുകയാണ്. ഇതെത്ര വലിയ ഭീകരമായ വാദമാണ് ഇദ്ദേഹം ഇവിടെ ഉന്നയിക്കുന്നത്. ഏറ്റവും വലിയ വഴിപിഴച്ചവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയപ്പോൾ അവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അവരെക്കുറിച്ച് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കണൊക്കെ അവരിപ്പോൾ അശ്രദ്ധയിലാണ്, നിങ്ങളെ പ്രാർത്ഥന ഒന്നും കേൾക്കാൻ കഴിയില്ല, അന്ത്യനാൾ വരെ നിങ്ങളെ പ്രാർത്ഥന കേൾക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങൾ മൂഢന്മാരാണ്, ഏറ്റവും വഴിപിഴച്ചവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമുക്കെന്തിനാണ് ഈ കാണാത്ത കേൾക്കാത്ത ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നത്? എന്തിനാണ് അതിൻ്റെ പിന്നാലെ നടക്കുന്നത്? നമുക്കല്ലയില്ലേ എല്ലാ പ്രാർത്ഥനയും കേൾക്കാൻ, നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരാൻ? ഉദ്ഉ ലി
അസ്തജിബു ലക്കും, എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത നമ്മുടെ റബ്ബ് നമ്മുടെ മുന്നിലില്ലേ? പിന്നെ എന്തിനാണ് ഈ ജീലാനി ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? മുഹീദ്ദീൻ ഷെയ്ഖ് എന്നത് മഹാപണ്ഡിതനാണ്, മഹത്വമുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരെക്കാളും വലിയ മഹത്വമുള്ള വ്യക്തിയാണല്ലോ. ആ ഇബ്രാഹിമി മില്ലത്തിലാണല്ലോ നമ്മളുള്ളത്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, പ്രവാചകൻ കാണിച്ചു തന്നിട്ടില്ല. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാലശേഷമാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നത്. ആ പ്രവാചകന് ശേഷമാണ് സ്വഹാബത്ത് ജീവിച്ചിരുന്നത്. അഷ്റഫുൽ ഖൽക്ക് എന്ന് അറിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിനുശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം മരണപ്പെട്ട ഒരു വലിയെന്നറിയപ്പെട്ട ഒരു മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഒരു മുസ്ലിമിന് എങ്ങനെ സാധിക്കും? അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന മുഴുവൻ അള്ളാഹുവിനായിരിക്കണം. നമ്മുടെ പ്രാർത്ഥന തേട്ടങ്ങൾ മുഴുവൻ റബ്ബിനോട് മാത്രമായിരിക്കണം. അഭൗതികമായ എല്ലാവിധ സഹായത്തേട്ടവും അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നൽകുക എന്നത് അത് ശിർക്കാണ് എന്നത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിലേക്ക് ശിർക്ക് കടന്നുകൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കാനും സത്യത്തോടൊപ്പം നിലകൊള്ളാനും തൗഹീദിനു വേണ്ടി പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.